ഇപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചു വെച്ചാൽ ഞാൻ ഇന്നലെ വന്നു, നൈറ്റിൽ വന്നിട്ട് ഞാൻ വന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വീക്കെൻഡ് ഞാൻ സാധനം എടുക്കാറുണ്ട്. കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ ഒരു പാർട്ടിക്കാണ് ഞാൻ അജ്മാൻ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അതിനോട് ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ചാവിയുള്ള റൂമിനകത്ത് ആ ചാവി അവൾ ലോക്ക് ചെയ്തു. ഞാൻ പുറത്ത് പോയ ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം എന്നെ കുറേ വിളിച്ചു വാട്സപ്പിൽ. ഞാൻ അത് സഫായിട്ടുള്ളതാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും. ഞാൻ അത് മൈൻഡ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് വന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരണം എന്നുള്ള വിളിയോ അങ്ങനെ കട്ട് ചെയ്ത് വിട്ടു. അന്നേരം ഉണ്ട് എനിക്കൊരു വീഡിയോ പോണൊക്കെ എൻ്റെ ഇതിനകത്ത് വിളിച്ചിട്ട് ഇവളിങ്ങനെ ചെയ്യാൻ പോകുമെന്നും പറഞ്ഞ് ഫാൻ ഇങ്ങനെ കാണിച്ചിട്ടൊരു വീഡിയോ എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഓടി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ഞാൻ വന്നപ്പോൾ ഉണ്ട് ഡോറ് ഓപ്പണായിരുന്നു. ഇവിടുത്തെ ഡോറ് ഓപ്പണാണ്. നമ്മൾ ലോക്ക് ചെയ്ത ഡോറ് ഓപ്പണായിരുന്നു. ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. ആ ലെവലാണ് ഞാൻ കാണുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി വിളിച്ചിങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് എൻ്റെ ഇത് കയ്യിലേക്കകത്തായിരുന്നു അവൾ തൂങ്ങിക്കിടന്ന്. ഞാൻ പിടിച്ച് വലിച്ചു. അവിടെ താഴോട്ട് വീണപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ഭയങ്കര ശരീരം മൊത്തം തണുത്തിരിക്കുമായിരുന്നു. ഞാൻ 999 വിളിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് ഞെക്കൂ, അവിടെ നിൽക്കൂ, ഇവിടെ നിൽക്കൂ. ഞാൻ എല്ലാം ചെയ്തു. അപ്പോൾ ഒരു ഞരക്കം ഞാൻ കേട്ടു. അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നിട്ട് അവർ പോലീസ് വന്നു, ഒരു മോളി എന്നിട്ട് പറഞ്ഞു ആൾ പോയതെന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അന്നേരം മൈൻഡ് ചെയ്തില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇന്നലെ രാവിലെ ഞാൻ വന്ന് ഞാൻ റൂം ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബെഡെന്ന് വെച്ചാൽ ഒരു 3 പേര്, നിങ്ങൾക്ക് ആർക്ക് വേണം വന്ന് നോക്കാം, ഒരു 3 പേര് പിടിച്ചാൽ കുലുങ്ങാത്തൊരു ബെഡാണത്. ആ ബെഡിൻ്റെ പൊസിഷൻ മാറി കിടപ്പുണ്ട്. ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല. ഒരു 7-8 മാസ്ക്, ബ്ലാക്ക് മാസ്ക്, അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത 7-8 മാസ്ക് ഞാൻ പോയപ്പോൾ അതില്ലായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. ആ കുഞ്ഞ് അവിടെ മുകളിൽ അവൾക്ക് എത്തത്തില്ല, അവളവിടെ വെക്കാറുമില്ല. അവൾ ദുരൂഹത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എനിക്കറിയണം എൻ്റെ കുഞ്ഞ് ശരിയാണ് ഒരുപാട് വിഷമം അനുഭവിച്ചോളാണ് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അവൾ പറയുന്നത് എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നമുക്ക് പിരിയാം. കാര്യം വെച്ചാൽ ഈ അബോർഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം തന്നെ അവിടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു. എങ്ങനെയെങ്കിലും പോകാം, ഞാൻ വേറെ ജോലി നോക്കാം, ഞാൻ വേറെ ബെഡ് സ്പേസ് എടുക്കാം, ഞാൻ വേറെ താമസിക്കാം, ഇയാളുടെ കാര്യം നോക്കുക എന്നുള്ള മൈൻഡ്. ഞാൻ പല പ്രാവശ്യം ഞാൻ കാലുപിടിച്ച് എനിക്ക് എൻ്റെ മൈൻഡിൽ ഇതൊക്കെ വരുന്നത്, എന്താ കുഞ്ഞിങ്ങനെ കാണിക്കുന്നുള്ളൂ. ഒരു 3-4 ആഴ്ചയായിട്ട് കാണിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നത്.